അർജുൻ സ്കോക്ക് സോ ഫ്രം സോ കന്നഡ സിനിമയാണ്. അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് ദുൽഖറിൻ്റെ വേഫെയർ റിലീസ് ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ഫൺ, എച്ചാതി സാധനം, പൊള്ളി സാധനം. ഫണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എൻജോയ് ചെയ്തിട്ട് അടുത്ത കാലത്ത് ഒരു സിനിമ കണ്ടിട്ടില്ല. അത് വെറും ഫൺ മാത്രമല്ല, അവസാനമാകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു ഇമോഷണൽ ഒരു സാധനവും കുറച്ച് എലവേഷനും മാസമൊക്കെ ആയിട്ട് JP തുമ്മനാട് എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പൊള്ളി മനുഷ്യൻ കേട്ടോ. സിനിമ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. കോമഡി ഹൊറർ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ആക്ച്വലി ഇത് ഹൊറർ അല്ല. ഇതിന് നല്ല ലോജിക് ഉണ്ട്. ഇത് കോമഡിയാണ് സാധനം, സിറ്റുവേഷണൽ കോമഡി. ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള രവിയണ്ണൻ, ഐ സ്വയ് യു, രവിയണ്ണൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ അത് ചെയ്യുന്ന നടനെ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ മറക്കൂല. പൊളി സാധനം. ഷനീൽ ഗൗതം എന്ന് പറയുന്ന നടനാണ് രവിയണ്ണനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡബ്ബിംഗ് ഒക്കെ മലയാളത്തിൽ പറഞ്ഞേ യാതൊരു ഈച്ച് കേട്ടില്ല, പക്ക ഡബ്ബിങ്. ആരാണോ അത് ചെയ്തത് അയാൾ യോ ദ മാൻ, ആ ഡബ്ബ് ചെയ്ത ആൾ യോ ദ മാൻ. നിങ്ങൾ അത്രയും കിടോട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, ഇതിൽ കുറേ അണ്ണന്മാരുണ്ട്. രമേശ് അണ്ണൻ, സതീഷ് അണ്ണൻ, അളിയൻ, എല്ലാവരും ഡബ്ബിങ് പക്ക. പിന്നെ രാജ്ബി ഷെട്ടി, അദ്ദേഹം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണ്. അദ്ദേഹത്തിലൊരു കിട്ടലാൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം തന്നെ ഡബ്ബ് ചെയ്തിരിക്കുന്നത്. അതായത് അത്ര ഇതിൽ പണിതിട്ടുണ്ട്. നമുക്കൊരു സാധനം തരുന്ന സമയത്ത് വെറുതെ തട്ടിക്കൂട്ടി തന്നതല്ല. ഒരു സിനിമ കാണുന്ന പ്രേക്ഷകൻ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ആസ്വദിക്കണം എന്ന് 100% ഉത്തരവാദിത്തത്തോടു കൂടിയാണ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് ഇദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. രാജ്ബി ഷെട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. DOP, എഡിറ്റിംഗ്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, മിക്സിങ്, ഓരോ ആളുകളെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും നല്ല രീതിക്ക്, അതായത് ഇങ്ങനെ ഒരു പടത്തിനകത്ത് സൗണ്ടിൽ കളിക്കുന്ന കളി, ഇതിൻ്റെ സ്കോർ ചെയ്ത് പക്ക രോമാഞ്ചത്തിൻ്റെ സുഷിൻ ശ്യാമക് ചെയ്തില്ലേ, അതുപോലെ വൈബ് സാധനം. എനിക്ക് ഐ ഡോണ്ട് ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി നിങ്ങൾക്ക് തീർന്നകത്ത് മനസ്സിലാവുള്ളൂ. അറ്റ്മോസ്ഫിയറിൽ കിടന്ന് പട്ടപ്പിക്കുക. അതിൻ്റെ കൂടെ ഈ രവിയണ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൻപുറത്ത്, ഇത് മൊത്തം ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥയാണ്. അവിടെ ഒരാളുടെ മേലിൽ പ്രേതം കയറുന്നു. പക്ഷേ ആ പ്രേതം കയറുന്ന പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് പ്രേതം, അതിന് ലോജിക്ക് ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഇതാക്കുന്നല്ല. പ്രേതം കയറി അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള പരിപാടിയാണ്. ഈ ക്യാരക്ടർ രവിയണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഇപ്പോൾ രംഗണ്ണൻ എന്ന് പറയും പോലെ നാട്ടിൻപുറത്ത് എല്ലാവരും ആരാധിക്കുന്ന, എല്ലാവരുടെ മുമ്പിൽ ഹീറോ ആയിട്ടുള്ള, എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന അങ്ങനെയുള്ള ഒരു രവിയണ്ണൻ്റെ കൂടെ കുറേ അണ്ണന്മാരും. അദ്ദേഹം ബേസിക്കലി കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന ആളാണ്. അപ്പോൾ കുറേ മേസ്ത്രിമാർ, ആൾക്കാർ, അദ്ദേഹം പണിയെടുക്കുന്ന ആൾക്കാരും, അയൽക്കാരും, വീട്ടുകാരും, അങ്ങനെ മൊത്തത്തിലൊരു അളിയനൊക്കെ ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ അളിയൻ കഥാപാത്രങ്ങളൊക്കെ വെറുപ്പിക്കൽ കഥാപാത്രങ്ങളിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരിക. ഇതല്ല, ഇത് ഫുള്ള് കോമഡിയാണ്. ഇതിൽ സതീഷ് അണ്ണനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, സതീഷ് അണ്ണനൊക്കെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമുക്കറിയാം നടന്മാരല്ലല്ലോ. ഇന്ന് നടനാ ചെയ്തത് നമുക്ക് മലയാളത്തിൽ പറയാം. ഇത് ആരെ എന്താണെന്ന് അറിയില്ല, പക്ഷേ എല്ലാവരും ഒരേ അഭിനയം. രാജ്ബി ഷെട്ടി, അദ്ദേഹം എച്ചാതി മാസീവ് ഓറയുള്ള നടനാണ് നമുക്കറിയാം. പുള്ളി കാണിച്ച് വെച്ചിട്ടുള്ള പരിപാടി നമുക്കറിയാം. പക്ഷെ ആ പുള്ളി ഇതിനകത്ത് കാണിച്ചിരുന്ന ക്യാരക്ടർ ഭയങ്കര കോമഡി. ആ ക്യാരക്ടറുടെ കോസ്റ്റ്യൂമും, പുള്ളി ഒരു ഗുരുവാണ്, വാദം ഒഴിപ്പിക്കാൻ വരുന്ന ആളാണ്, കരുണാകര ഗുരു. അന്തർഗർത്തങ്ങളിൽ നിന്നും ബഹിർഗമൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കാണിച്ച കോമഡി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോമഡി. ത്രൂ ഔട്ട് ഓരോ ക്യാരക്ടേഴ്സ്, ഒരാളെ എടുത്ത് മാറ്റാനില്ല, അനാവശ്യമായിട്ട് ആരുമില്ല, അനാവശ്യമായിട്ടുള്ളൊരു സീനില്ല. നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടൂല. ഫോണിൽ നിങ്ങൾ നോക്കൂല. വേറെ നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ലൈഫിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഏത് ട്രോമാറ്റിക് സിറ്റുവേഷനിലായിക്കോട്ടെ, ഈ ഒരു 2-2.25 മണിക്കൂർ സമയം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഇരുന്നു പോകും. അതുപോലത്തെ പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സീനിൽ ഈ ബാധ കയറിയ ആൾ അത് നിൽക്കുക. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ഇദ്ദേഹത്തിന് ചിരി വരിക. അപ്പോൾ ഇദ്ദേഹം നോർമലായി ചിരിക്കുക, ചിരിക്കുക. അപ്പോൾ ആൾക്കാർ പുറത്തുനിന്ന് കേൾക്കുന്നത് പ്രേതം ചിരിക്കും പോലെയാണ്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട്. മറ്റേ അല്ലേ അതല്ല. സന്ധ്യ അർക്കര എന്ന് പറഞ്ഞൊരു നടിയാണ് ഇതിൽ കുറച്ച് ലീഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മൾ രവീണൻ്റെ പേരായിട്ട് പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവസാനമാകുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടച്ചിങ് ആയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയും അവരെ നാട്ടുകാരെങ്ങനെ നോക്കിക്കാണുന്നതും കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഹൗ ബ്യൂട്ടിഫുള്ളി ഇമോഷണലി കണക്റ്റഡ് ദാറ്റ് ക്യാരക്ടർ വിത്ത് ദ ഹോൾ സിനാരിയോ ഓഫ് ദ ഫിലിം. അങ്ങനെ വന്നിട്ട് അവസാനം അതാണ് അങ്ങനെ നൈസായിട്ട് എലിവേറ്റ് ചെയ്ത് രവിയുടെ ഒരു മാസമൊക്കെ ആയിട്ട്
പൊളി സാധനം, ലിറ്ററലി പൊളി സാധനം. ഞാൻ ശരിക്കും റിയലി എൻജോയ്ഡ് ദിസ് ഫിലിം. ഇത് കാണാൻ പോകുമ്പോൾ ഓക്കെ എന്തായാലും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അപ്പോൾ എന്തെങ്കിലും കാണാതിരിക്കുമല്ലോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തല കണ്ടാലും നമ്മളത് ഓർക്കണം. ഈ ഷെട്ടി ഗാങ്ങിൻ്റെ രാജ് പി ഷെട്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, പുള്ളി അഭിനയിച്ചിരിക്കുന്നു പറയുമ്പം ഒന്നും കാണാതിരിക്കുമല്ലോ. അങ്ങനെ കാര്യം കണ്ടതാണ്. പക്ഷേ അന്യ വൈബ് സാധനം, ഒരു രക്ഷയില്ല സാധനം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം. ഒരു സിനിമ കണ്ടിട്ട് സന്തോഷം. അത്രയും പെർഫെക്റ്റായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ.